എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൽ എങ്ങനെ ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാം എന്നാണ് നോക്കിയത്. ഇന്ന് അതിനുശേഷം വരുന്ന ടീമിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്നും അതിനുശേഷം അവർക്ക് ലോഗിൻ ഡീറ്റെയിൽസ് എങ്ങനെ നൽകാമെന്നും നമുക്ക് നോക്കാം. അതിനായി സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ടീച്ചേഴ്സ് ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന ടീച്ചേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ ടീംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ടീം ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആഡ് ടീം ആൻഡ് സ്റ്റുഡൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ള ടീമിൻ്റെ പേര്, ടീമിലെ ആരുടെയെങ്കിലും മെയിൽ ID, കുട്ടികളുടെ വിവരങ്ങൾ, അതായത് സ്റ്റുഡൻറ്റ് എത്ര പേരാണോ ടീമിലുള്ളത് അവരുടെ വിവരങ്ങളാണ്. അവരുടെ പേര്, വയസ്സ്, ഡിസബിലിറ്റി സ്റ്റാറ്റസ്, ക്ലാസ്, ജെൻഡർ എന്നീ കാര്യങ്ങൾ നൽകാനുണ്ട്. ഒരു ടീമിൽ 2 അല്ലെങ്കിൽ 3 കുട്ടികളെ ഉൾപ്പെടുത്താം. ഇൻഡിവിജ്വലായിട്ടോ 3-ൽ കൂടുതൽ ആളുകളായിട്ടോ മത്സരിക്കാൻ സാധിക്കില്ല. 2 പേർ മാത്രമാണ് ടീമിലുള്ളതെങ്കിൽ മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്ലോട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് ടീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ടീമിൻ്റെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ 2 ഓപ്ഷൻ കാണാം. ഒന്ന് വ്യൂ എന്ന ഓപ്ഷനാണ്. അതുപയോഗിച്ച് നിങ്ങളുടെ ടീമിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് സ്റ്റുഡൻറ്റ് ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുന്നതിനും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിനും അതിനുശേഷം ഐഡിയ സബ്മിറ്റ് ചെയ്യുന്നതിനും സാധിക്കുകയുള്ളൂ. അതിനാൽ ടീച്ചേഴ്സ് എല്ലാവരും ടീച്ചേഴ്സ് ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്റ്റുഡൻറ്റ് ടീമിനെ ആഡ് ചെയ്ത് അവർക്ക് ലോഗിൻ ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്.